നമ്മളിത് കഴിഞ്ഞാൽ തീർന്നു. ജിസേലിൻ്റെ വഴി, എൻ്റെ വഴി എനിക്ക്. പ്രകൃതി നിയമങ്ങൾക്ക് കുറച്ചൊക്കെ നമ്മൾ വഴങ്ങേണ്ടതല്ലേ? വഴങ്ങരുത്. ലൗകികമായ തൃഷ്ണകളെ നമ്മൾ അതിജീവിക്കണം. പക്ഷേ എൻ്റെ മനസ്സിൻ്റെ ഒരു കോണിൽ തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടായിരിക്കും. എനിക്ക് നിങ്ങളുടെ സ്നേഹം മാത്രം മതി. സ്വത്തും പണം മോഹിച്ചല്ല ഈ മാത്തക്കുട്ടി ഇത്രയും കാലം ഇവിടെ നിന്നത്. അറിയാമോ, ഹനുമാനാണെങ്കിൽ ഞാൻ നെഞ്ചു പൊളിച്ച് കാണിച്ചത്. കണ്ണാ തുമ്പി പോരാമോ. ഇവളെന്താ ഒരുമാതിരി വാവെടുത്ത പശുവിനെ പോലെ. കണ്ണാ തുമ്പി പോരില്ല, നിന്നോടിഷ്ടം കൂടില്ല. തൽപര കക്ഷിയല്ല. എന്നെ ഒഴിച്ച് ബാക്കി ആരോട് വേണമെങ്കിൽ പൂക്കാലം ചോദിച്ചോളൂ. പക്ഷേ തന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അവളെ കേട്ട് സുഖമായിട്ട് ജീവിച്ചാനെ. ഇച്ചിരി അതായി ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട് എന്നോടോ 143 എന്നത് കൊച്ചിയുള്ളൂന്ന് പറഞ്ഞൂടാ. ഐ ലവ് യു. വേണ്ട, എന്നോട് ഒരു സോഫ്റ്റ് കോർണർ പോയി. ഇപ്പം നമ്മളുടെ ഹൃദയത്തിൽ നമുക്ക് കൺട്രോൾ ഇല്ലല്ലോ. നേരത്തെ പറയായിരുന്നില്ലേ ഞാനിങ്ങനെ വെറുതെ എന്റെ മനസ്സ്. എന്നെ ആരും സ്നേഹിക്കുകയോ എന്നെ ആരും സ്നേഹിച്ച് നടക്കുകയോ ഒന്നും വേണ്ട. പൊടിക്കുപ്പയുടെ അത്ര ഉള്ള ഒരു വിഷക്കുരു, എന്നാലും അവളുടെ അഹങ്കാരോ മത്തങ്ങയുടെ അത്ര വലിപ്പമുണ്ട്. ഈ വക പാഷാണത്തി കൃമികളെ എന്റെ ഭാര്യയായിട്ട് കൊണ്ടുനടക്കുന്ന എങ്ങനെയാ? അയ്യയ്യേ. ഈ ഷോ കഴിയുമ്പോൾ നമ്മളായിട്ടുള്ള ബന്ധം അവിടെ തീർന്നു. അതെ, അവൾ മനസ്സുകൊണ്ട് ഭർത്താവായി സ്വയം അവരോധിച്ചെങ്കിലും ഒന്നും നോക്കാതെ ആ സ്ഥാനം നീ ശരീരം കൊണ്ട് ഉപയോഗപ്പെടുത്തണം. എങ്ങനെ? അല്ലെങ്കിൽ ഞാൻ നിന്റെ വീട്ടിൽ വരാം. വേണ്ട, ഒരാളും വേണ്ട. ഇവന്റെ സ്ഥിതി ഇതാണെങ്കിൽ കാണാൻ കൊള്ളാവുന്ന ഞാൻ എന്ത് വിശ്വസിച്ച് ജീവിക്കും?